രാവിലെ തന്നെ റിനാഫ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞുകൊണ്ട് ഒന്ന് റോട്ടുമേലേക്ക് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടേക്കാന്ന് നമ്മൾ ടൂർ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ. ഇട്ട ഡ്രസ്സ് കൊടുത്തിട്ട് നേരെ നമ്മളെ കാറിലും കയറി. അന്നേരം രണ്ട് ചിക്കു ഉണ്ട്, നമ്മളെ രഞ്ജിത്തേട്ടനുണ്ട്, റിനാഫ് ഉണ്ട് കേട്ടോ വണ്ടിയിൽ. ഞാൻ ചോദിച്ചത് ഇത് എങ്ങോട്ടാ ട്രിപ്പ് എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ട് നീ വാ കയറുമെന്ന് പറഞ്ഞു. കയറിയ പാടാൻ എൻ്റെ മക്കളെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും ചോദിച്ചല്ലേ എടുത്തേക്ക് നമ്മൾ പോകുന്ന ഊട്ടിയിലേക്കാണോ എന്ന്. അന്നേരം പറഞ്ഞുകൊണ്ട് ഊട്ടിയിലൊക്കെ നല്ല മോനെ നമ്മളെ ചിക്കുവിന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ് എന്ന്. ചിക്കുവിൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. എന്താ വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഇത്രയും സന്തോഷത്തിലുള്ള ചിക്കുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ചിക്കു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വേണമെങ്കിൽ കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കാണിക്കേണ്ട ആവശ്യമില്ല, നിന്നെ കാണിച്ചിട്ട് എന്താ പറയുന്നത് നോക്കട്ടെ എന്ന്. അന്നേരം തന്നെ ഓൻ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ പേപ്പറൊക്കെ നീ ഒന്ന് നോക്കി എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയുമെന്ന് വെച്ചു. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു സണ്ണിക്കുട്ട ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമില്ല, ഞാൻ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് പ്രശ്നമെന്ന്. അങ്ങനെ ഞാൻ കറക്റ്റായിട്ട് അതൊക്കെ നോക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഇതിന് ബുദ്ധീൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ആടേം ഇടമൊക്കെ ലേശം ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ മോനെ ഇത് അതല്ല ഇത് നട്ടല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഡിസ്ക് പോയിക്കെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഡിസ്ക് പോകാൻ വയ്യില്ലല്ലോ, എൻ്റെ അടുത്ത് ഡിസ്കൊക്കെ ഉണ്ടല്ലോ എന്ന്. അന്നേരം ഓൻ എന്നോട് വീണ്ടും പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഡിസ്ക് പോയിക്കുന്നു ഞാൻ പറയുന്നേരം നീ എന്താ ഡിസ്ക് പോയിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താന ശേഷം ഞാനൊന്നും പറയാൻ നിന്നില്ല കേട്ടോ. എന്താ വെച്ചുകൊണ്ടെങ്കിൽ ഡിസ്ക് പോയിക്കെന്ന് പറഞ്ഞപ്പോൾ ഓന് ഭയങ്കര വാശി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഇതാ മോൻ എൻ്റെ ഡിസ്ക് എൻ്റെ കൈമേലുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ഡിസ്കിൻ്റെ കൈമേലുണ്ടല്ലോ, അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. ഞാൻ പറഞ്ഞു സോറിയടാ എൻ്റെ ഡിസ്കിൻ്റെ കൈമേലുള്ളതിനെ കൊണ്ട് നമുക്ക് ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞാൽ നീ DVD ഇട്ട് നോക്കി എന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ചുകൊണ്ട് നോക്കിയിട്ട് നീ പറയാൻ പറഞ്ഞിട്ട് ഞാൻ ചാക്കിൽ തന്നെ ഇടുക നോക്കി, ചാക്കിലല്ല സഞ്ചിയിൽ അതിലിട്ടതിന് ശേഷം എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവൻ്റെ ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവനെന്താ പറ്റിയെന്ന് ഇതുവരെ ആർക്കും മനസ്സിലാക്കില്ല. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു എൻ്റെ ഭാര്യ അത് വിളിക്കുന്ന എന്തോ ഗൂഗിളിൽ എന്തോ ലഡുവോ എന്തോന്നും വേണമെന്നും പറഞ്ഞിട്ട് അന്നേരം എന്നോട് പറഞ്ഞു ലഡു എന്തോ ഒരു സാധനം ഉണ്ട് മോനെ ലഡുവോ എന്തോന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഗൂഗിൾ പേയിലല്ലേ അത് തന്നെ എന്നാൽ അതങ്ങ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഞാളങ്ങനെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ഭാര്യ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം ഭയങ്കര ചിരി, എന്തിനാ ചിരിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കില്ല. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായി ഞങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.